പൈത്തൺ പ്രോഗ്രാമിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ ചില ഫോർമാറ്റുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഒരു നമ്പർ ഞാൻ കൊടുത്തു. ടെക്സ്റ്റും നമുക്ക് കൊടുക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യാം. ഫോർമാറ്റ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സോ എഫ് എന്താണ് ടെക്സ്റ്റ്. ഞാൻ ഇവിടെ ഒരു കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റിന്റെ കൂടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് വരുന്നത് നോക്കാം. ടെക്സ്റ്റ് 20 എന്ന് പറഞ്ഞ് കൊടുത്തു. നമുക്കിതൊന്ന് സേവ് ചെയ്യാം, റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഹലോ എന്നുള്ളത് ജസ്റ്റ് പ്രിന്റ് ആയി കണ്ടു അല്ലെ. ഇനി നമുക്കിതൊന്ന് 30 ആയിട്ട് കൊടുക്കാം. ഇപ്പോഴും ഹലോ തന്നെയാണ് പ്രിന്റ് ചെയ്തത്. നമുക്കിതിന് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇട്ട് നോക്കി. ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇട്ടപ്പോൾ എന്താണ്, അത് കുറച്ചൊന്ന് ഗ്യാപ്പിൽ വന്നു. നമുക്കിതൊന്ന് ഒരുമിച്ച് കണ്ടു നോക്കാം. ഗ്രേറ്റർ ദാൻ കണ്ടില്ലേ, ഹലോ പ്രിന്റ് ആയി വന്നത്. അതായത് ഹലോ ഫസ്റ്റ് ലെഫ്റ്റിൽ വന്നു, പിന്നെ റൈറ്റിലേക്ക് വന്നു, പിന്നെ സെന്ററിൽ വന്നു. ഈ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, റേസ് ടു എന്ന് പറയുന്ന ഈ സിമ്പിളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടെക്സ്റ്റിന്റെ അലൈൻമെന്റ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ വേറെ ചെറിയ മാറ്റങ്ങൾ വരുത്തി നോക്കാം. ടെക്സ്റ്റ് ഇത് തന്നെ നമ്മൾ കൊടുത്തു. ദെൻ ഈ ലെസ് ദാന്റെ കൂടെ ഒരു അണ്ടർസ്കോർ, അതുപോലെ തന്നെ ഗ്രേറ്റർ ദാന്റെ കൂടെ ഒരു സ്റ്റാർ, ഇതിന്റെ കൂടെ ഒരു ആഷ് സിമ്പിൾ. അപ്പൊ നമ്മുടെ ഹലോ കഴിഞ്ഞതിന് ശേഷം, നമ്മുടെ ലെഫ്റ്റിൽ ഹലോ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, കുറച്ച് അണ്ടർസ്കോറുകൾ വന്നു. എത്ര കൗണ്ട്? 20 കൗണ്ട് ആണ് വരിക. ദെൻ സ്റ്റാർ, നമ്മൾ ഗ്രേറ്റർ ദാൻ കൊടുത്തതിന്റെ മുന്നേ സ്റ്റാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ, അതായത് എവിടെയാണോ ബ്ലാങ്ക് സ്പേസ് ഉള്ളത് അവിടെ സ്റ്റാർ ഫില്ല് ചെയ്യും. ദെൻ ആഷ് ഞാൻ സെൻട്രലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഈ ഹലോന്റെ റൈറ്റിലും ലെഫ്റ്റിലും ടോട്ടൽ 20 ക്യാരക്ടേഴ്സ് വരുന്ന രീതിയിൽ നമുക്ക് ഹാഷുകൾ വരും. ഒരു നമ്പർ മാറ്റി കൊടുത്താൽ എന്ത് വരും, ഒരു 50 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ 50 ക്യാരക്ടേഴ്സ് ആയിരിക്കും വരും. ഇത് ഒരു ചെറിയ രീതിയിലുള്ള ഫോർമാറ്റ്. നമുക്ക് ഏത് പാറ്റേണിൽ വേണമെങ്കിലും നമുക്ക് ടെക്സ്റ്റുകൾ അലൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്പറിന്റെ കുറച്ച് ഫോർമാറ്റ്സ് നോക്കാം. ഞാൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് പ്രിന്റ് ചെയ്യാം. പോയിന്റ് 2F എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ 2 പോയിന്റ് 1 2 3 4 5 6 എന്നുള്ള ഫ്ലോട്ടിംഗ് പോയിന്റ്സ് ഉണ്ടായിരുന്നു. പോയിന്റ് 2F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പൊസിഷൻ മാത്രമേ കാണുള്ളൂ. അപ്പൊ നമുക്ക് 10,000.12 മാത്രമേ വന്നുള്ളൂ. ഇനി നമുക്ക് ഇതിനൊരു 2Fന് പകരം ഇവിടെ 2% എന്നാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ വാല്യൂ പെർസെൻറ്റേജ്, അതായത് നമ്മൾ 2.2% എന്നുള്ള രീതിയിലാകുമ്പോൾ 2 പൊസിഷന്റെ പെർസെൻറ്റേജ്, അതായത് 100% ആയിരിക്കും വരിക. അപ്പൊ നമ്മൾ 2 വാല്യൂ ഷിഫ്റ്റ് ആവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഈ ഡോട്ടിന്റെ സൈഡിൽ നമുക്കൊരു കോമ കൂടെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പോയിന്റിന്റെ, അതായത് പൊസിഷൻസ് എന്നുള്ള രീതിയിലേക്ക് കോമ വരും. അപ്പം 10,000 ആണെങ്കിൽ 1,000 ആ രീതിയിലേക്ക് പൊസിഷന്റെ ബേസിൽ കോമ ആഡ് ചെയ്ത് വരും. നോർമലി നമ്മൾ നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഒന്നും ഇടാതെ നമ്മൾ ജസ്റ്റ് നമ്പർ എന്ന് മാത്രം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ 10,000 പോയിന്റ് എന്നുള്ളത് കോമ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് തരും. ഇത്രയാണ് നമ്മുടെ ഡാറ്റ, ഇത്രയാണ് നമ്മുടെ നമ്പറിന്റെ സിസ്റ്റം വരുന്നത്, നമ്പറിന്റെ ഫോർമാറ്റ് വരുന്നത്. ഇതിലും ഒരുപാടുണ്ട്. നമുക്ക് എളുപ്പത്തിന് ഉപയോഗിക്കാവുന്ന, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്കൊരു ഡേറ്റിന്റെ നോക്കാം. ഡേറ്റ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യണം. സോ നമുക്ക് ഡേറ്റ് ടൈം ഇമ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ഡേറ്റ്, കറണ്ട് ഡേറ്റ് ഡേറ്റ് ടൈം ഡോട്ട് നൗ പ്രിന്റ്. ഫോർമാറ്റ് തന്നെ കൊടുക്കാണ്. ഫോർമാറ്റ് ഓഫ് കറണ്ട് ഡേറ്റ് പെർസെൻറ്റേജ് ഈ ഒരു രീതിയിൽ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് എന്നുള്ള രീതിയിൽ മാത്രം കാണും. ഇനി നമുക്ക് ഡേറ്റ് മാത്രമല്ല, നമുക്ക് ടൈമും കൂടെ മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ, മിനിറ്റ്, സെക്കൻഡ്, നമുക്ക് ടൈമും കൂടെ വരും. ഇതിൽ നമുക്കൊരു കോളൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ടൈമും നമുക്ക് ഇങ്ങനെ മെൻഷൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇന്നത്തെ ഡേറ്റും അതേപോലെ തന്നെ ഇപ്പോഴത്തെ ടൈമും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ കുറച്ച് ടിപ്സ്, അതായത് പൈത്തൺ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ടെക്സ്റ്റിന്റെ നമ്പറിന്റെ ചില ഫോർമാറ്റുകളാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സിസി സൈബർ ക്യാമ്പസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഞങ്ങൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.